ഇവരിൽ പലരും അത്യഗാധമായ ഉപാസനാ ബലവും അത്യുന്നതമായ ജ്ഞാനമഹിമയും സന്നിഷ്ഠയും എല്ലാം തികഞ്ഞ മഹാപുരുഷന്മാരായിരുന്നു. എല്ലാവരും കേവലം ശങ്കരാചാര്യ എന്ന് മാത്രം ആണ് പറയുന്നത്. ഇപ്പോൾ കൃതികളുടെ അവസാനം കാണുന്ന ഗോവിന്ദ ഭഗവത്പാദ ശിഷ്യനായ ശങ്കരാചാര്യരുടെ എന്ന് പറയുന്ന വാചകമൊക്കെ എല്ലാം ശങ്കരാചാര്യ എഴുതിയാണെന്ന് നമുക്കറിയില്ല. സൗന്ദര്യലഹരിയുടെ അങ്ങോട്ട് ഇല്ലാതാനും. അപ്പോൾ അതുകൊണ്ട് തർക്ക വിഷയമാണ്. ശ്വേതാശ്വതര ഉപനിഷത് ഭാഷ്യം, അതുപോലെ മണ്ഡലബ്രാഹ്മണ ഉപനിഷത് ഭാഷ്യം, മഹാനാരായണ ഉപനിഷത് ഭാഷ്യം, സനസുജാതീയ ഭാഷ്യം, വിഷ്ണു സഹസ്രനാമ ഭാഷ്യം, പിന്നെ ലളിത ത്രിശതി ഭാഷ്യം തുടങ്ങിയവ ഭഗവാൻ ഭാഷ്യകാരൻ രചിച്ചതല്ല, മറ്റ് ശങ്കരാചാര്യർ രചിച്ചതാണ് എന്ന് വിദ്വാൻമാർക്കിടയ്ക്ക് പ്രബല പക്ഷമുണ്ട്. നമുക്കാർക്കും സമർത്ഥിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ബഹുമാനപൂർവ്വം ഇതൊക്കെ ശാങ്കരകൃതമാണെന്ന് സ്വീകരിക്കാനേ പറ്റൂ. അപ്പോൾ ആ രീതിയിലാണ് സൗന്ദര്യലഹരിയുടെ ഒക്കെ കർത്തൃത്വം വരുന്നത്. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടില്ല, ഒരിക്കലും ഇല്ല. ഇതുപോലെ തന്നെയല്ലേ ജൈന ദർശനത്തിലും ഇപ്പോൾ 22ാമത്തെ തീർത്ഥങ്കരനായിട്ടാണ് നമ്മൾ വർദ്ധമാന മഹാവീരനെ കണ്ടിട്ടുള്ളത്. അതിന് മുമ്പ് 21 തലമുറകളുണ്ടെന്ന് പറയുന്നു. അതെ, ഒരുപാട് പേര്. അപ്പോൾ അവിടെയും ഇല്ലേ നമുക്ക് അറിയാത്ത ഒരു ചരിത്രത്തിൻ്റെ? തീർച്ചയായിട്ടും. ഇവിടെ നമുക്ക് ഭാരതീയ ദാർശനിക വ്യവസ്ഥ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആചാര്യന്മാർക്ക് വലിയ നിധി സമാജത്തിന് നൽകാനുണ്ട്. ആ നിധി നൽകുന്നതിലാണ് അവർ ശ്രദ്ധിച്ചത്. ആ നിധി നൽകുന്ന സന്ദർഭത്തിൽ തന്നെക്കുറിച്ചേറെ പറഞ്ഞില്ല, താനെ ആരെന്ന് വെളിപ്പെടുത്തുക പോലും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അത്യുന്നതമായ ചിന്താപദ്ധതികളെ നമുക്ക് നൽകുന്ന കൃതികളുടെ രചയിതാവിൻ്റെ നാമം പോലും പലപ്പോഴും നമുക്കറിയില്ല. കാലം മാറി മാറി നമുക്കിപ്പോൾ അറിയാം, ഗ്രന്ഥത്തിൻ്റെ പേരിൻ്റെ വലുപ്പത്തേക്കാൾ വലുതായിട്ട് ഗ്രന്ഥകർത്താവിൻ്റെ പേര് അച്ചടിക്കുന്ന കാലമാണിന്ന്. വിരോധമില്ല, നമ്മൾ എതിർക്കുന്നില്ല. പക്ഷേ പൂർവാചാര്യന്മാർ അവരെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അവർക്ക് ലോകത്തിന് നൽകാനുള്ള അറിവെന്തോ അതാണെച്ചാൽ വിശദമായി പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഋഷിമാരെക്കുറിച്ച്, പ്രാചീന ആചാര്യന്മാരെക്കുറിച്ച് ആധികാരികമായിട്ട് സംയുക്തം പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇപ്പോൾ ഗ്രീസിൽ നമുക്കറിയാം പൗരാണികങ്ങളായ കൃതികൾ അല്ലെങ്കിൽ ഐതിഹാസികങ്ങളായ കൃതികൾ രചിച്ചവരെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം അവർ പറയാനുള്ളതും പറഞ്ഞു, പറഞ്ഞവനെയും പറഞ്ഞു. അതെ, ഇപ്പോൾ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ഏത് കാലത്ത് എവിടെ ജീവിച്ചു എല്ലാം അറിയാം. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു, പറഞ്ഞവനെ പറഞ്ഞില്ല. അതുകൊണ്ട് ഒട്ടനവധി കഥകൾ സ്വാഭാവികമായിട്ട് പിന്നീടുള്ള തലമുറകൾ വാർത്തെടുക്കും. ആ കഥകൾ പലപ്പോഴും വിരുദ്ധങ്ങളായിരിക്കും. ഇപ്പോൾ ശങ്കരാചാര്യസ്വാമികളുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് സ്വീകരിക്കാനാവാത്ത അയുക്തങ്ങളായ ഒരുപാട് കഥകൾ അതിലുണ്ട്. ഈ കഥകളുടെ പേരിൽ അദ്ദേഹത്തെ ഭർസിക്കാറുമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അതൊക്കെ പിൽക്കാലത്ത് ഉണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ ഭാരതീയർ കഥകൾ മെനഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും കേമന്മാരാണല്ലോ. ഇത്ര നല്ല കഥാകഥന സാമർഥ്യമുള്ളവർ ലോകത്ത് വേറെ ആരുമില്ല. അത്ര നന്നായിട്ടാണ് നമ്മൾ കഥകൾ ഉണ്ടാക്കുക.